വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാർ സുഗതനെ കൊടും ഭീകരനായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ സംസാരങ്ങളും കേട്ടാൽ സുഗതൻ നൂറുകണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തിയ കൊടും ഭീകരനാണ്, തീവ്രവാദിയാണ് എന്നുള്ള നിലയിലാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF-ഉം ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം ചേർന്നുള്ള ഇന്ത്യ മുന്നണി നേതാക്കന്മാർ പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ആർ സുഗതൻ ജനവിധിയെ മാനിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വന്നതിന് ശേഷം UDF-ന്റെ നേതാവായിട്ടുള്ള KS ശബരിനാഥൻ തുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാഴ്ചയാണ് ഇന്നലെ വിധി വന്നതിന് ശേഷം കാണാൻ തുടങ്ങി. എന്തിനാണ് KS ശബരിനാഥൻ ഇങ്ങനെ കിടന്ന് തുടിക്കുന്നത്? പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ തുടിപ്പ്? ശബരിനാഥൻ ഒന്ന് മനസ്സിലാക്കണം. ഈ വിധി വന്നതിന് ശേഷം വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ശബരിനാഥൻ ഓരോ പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടിച്ച് UDF നഗരസഭയിലെ വലിയ പ്രതിപക്ഷമാണ്, ഞാനാണ് ഇതെല്ലാം നയിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണോ, അതോ വിവരമില്ലായ്മ കൊണ്ടാണോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ശബരിനാഥൻ പറഞ്ഞത് ഇനി തലയിൽ മുണ്ടിട്ട് വേണം നഗരവാസികൾ നടക്കേണ്ടതെന്നാണ്. ഒരു കാര്യം ചെയ്യാം, ശബരിനാഥന് BJP-യുടെ കണക്കായിട്ട് ഒരു കെട്ട് മുണ്ട് വാങ്ങി കൊടുക്കാം. ഓരോ ദിവസവും ശബരിനാഥന് തലയിൽ മുണ്ടിട്ട് നടന്നാൽ മതി. ഇതാണ് BJP-ക്ക് പറയാനുള്ളത്. ശബരിനാഥന്റെ ഒരു കാര്യം പറയാം, കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ജയിലിൽ കിടന്നും ലോക്കപ്പ് മർദ്ദനമേറ്റും കേസുകളിൽ പ്രതിയായും സമരക്കേസുകളിൽ പ്രതിയായി തന്നെയാണ് കേരളത്തിലെ പല നേതാക്കന്മാരും മന്ത്രിയായിട്ടുള്ളത്, MLA ആയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ സമയത്ത് ഇവിടുത്തെ പോലീസുകാർക്ക് നാളെ ആർ സുഗതനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൂടാന്നുമില്ല. അങ്ങനെ വരും. ഈ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും. ജനങ്ങൾ സുഗതനോടൊപ്പമാണ്. ഈ തരത്തിൽ ശബരിനാഥൻ തുടിക്കേണ്ട ഒരു കാര്യമില്ല. ശബരിനാഥൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നാളെ ശബരിനാഥൻ നഗരസഭയിൽ ശബരിനാഥൻ സുഗതൻ വരുന്ന സമയത്ത് ഒരു സഹപ്രവർത്തനായി പ്രവർത്തിക്കേണ്ടതാണ്. സുഗതനെ പോലുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു കാപ്പ കേസിൽ എങ്ങനെ പ്രതിയാക്കി എന്നുള്ളത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒട്ടനവധി കേസുകൾ ചേർത്ത് രാഷ്ട്രീയപരമായി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ രാഷ്ട്രീയ പകപോക്കലാണ്. ആ പകപോക്കലിന് കൂട്ടുനിൽക്കാൻ, കുടപിടിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള UDF സർക്കാരും ശ്രമിച്ചു. അതിന് തീരുമാനമെടുത്താണ് കാപ്പ ബോർഡ് സുഗതന്റെ കാപ്പ അംഗീകരിച്ചത്. അത് ഞങ്ങൾ നിയമപരമായി, ബഹുമാനപ്പെട്ട കോടതികളുണ്ട്, ഞങ്ങൾ നിയമപരമായി പോകും. നിയമപരമായി പോയി സുഗതനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ശബരിനാഥനും വേണ്ട, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശിവൻകുട്ടിക്കും വേണ്ട. ഇവർക്ക് രണ്ടുപേർക്കാണ് ഏറ്റവും കൂടുതൽ തുടിപ്പുള്ളത്. ഇവർക്ക് തുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ 6 മാസക്കാലമായി നല്ല രീതിയിൽ പോവുകയാണ്. നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് പൊതുസമൂഹം അംഗീകരിക്കുകയാണ്. ഈ ഭരണസമിതിയെ ഭരിക്കാൻ അനുവദിക്കണമെന്നാണ് ഇവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പൊതുസമൂഹം, ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ കുടിൽകെട്ടി സമരം ചെയ്ത LDF ഇപ്പൊ എവിടെ പോയി? സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം സമരം നിർത്തി പോയെന്നാണ് അറിഞ്ഞത്. അപ്പൊ ഇതുവരെ ദിവസം അവർ സമരം എന്തിനാ ചെയ്തത്? സുഗതനെ പുറത്താക്കാൻ. ഞങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടു, അതിന് നിരാശയൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഗിമിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ 45 വർഷക്കാലം ഇവർ ഭരിച്ച മുടിച്ച ഈ നഗരസഭ രക്ഷപ്പെടുന്നതിന്റെ അസൂയയും നിരാശയുമാണ്. ഇപ്പോൾ ഗവൺമെന്റ് വേദികളിൽ പോലും തിരുവനന്തപുരം നഗരത്തിലെ CPM-ന്റെ MLA ഇല്ല, CPM-ന്റെ പ്രാതിനിധ്യമില്ല. അതിന്റെയൊക്കെ വളരെ നിരാശയും ദുഃഖവും കൊണ്ടാണ് ഇവരെല്ലാം ഇത് കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, കാലാകാലങ്ങളിൽ ജനവിധി അനുകൂലമായും പ്രതികൂലമായും വരും.
പക്ഷെ അതിനെയൊക്കെ സഹിക്കാനും പൊറുക്കാനും ജനവിധിയെ മാനിക്കാനും ജനവിധി അനുകൂലമായി വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും ജനവിധി പ്രതികൂലമാകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ആ ജനവിധിയെ ബഹുമാനിക്കാതിരിക്കാനും കഴിയണം. അതിന് LDFന്റെ നേതാക്കന്മാരും പഠിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്ന ഈ കാര്യം ഇവിടെ ശബരിനാഥിന്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവ് രാംകുമാർ ചൗധരി 2013 ഒരു കൊലക്കേസിൽ പ്രതിയായി അംബാനി ജയിലിൽ കഴിയുമ്പോഴാണ് കോൺഗ്രസ് ടിക്കറ്റിന് മത്സരിച്ച അദ്ദേഹം MLA ആയി കോടതിയുടെ അനുമതിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രമുണ്ട്. ഇന്നലെ ശബരിനാഥൻ ചോദിച്ചതും ദീപക് ചോദിച്ചതും ഒക്കെ എന്താണ്? ഇത് ചരിത്രത്തിലാദ്യമാണ് ഇത്രയും ഒരു നീചമായിട്ടുള്ള ഒരു രീതി തിരുവനന്തപുരം നഗരസഭ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് പല കോൺഗ്രസിന്റെ നേതാക്കന്മാരും ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രങ്ങളുണ്ട്. പല നേതാക്കന്മാരും ചെയ്തതുണ്ട്. ഞങ്ങൾ അതിനെയൊന്നും കോടതി വിധി ഞങ്ങൾ അത് തെറ്റാന്ന് പറയുന്നില്ല. കോടതി വിധി എന്താണോ അത് അംഗീകരിക്കുക, അത് ബഹുമാനിക്കുക ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു കടമയാണ് എന്നുള്ളത് ഞാൻ രണ്ട് മുന്നണികളുടെ നേതാക്കന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ്. CPMന്റെ കളിപ്പാവയായിട്ടാണ് ശബരിനാഥൻ കഴിഞ്ഞ ഒരു മാസമായി മാറിയിരിക്കുന്നത്. എന്താണ് അതിന്റെ രീതി? ഇത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർക്ക് ഇല്ലാത്തൊരു ആവേശം ശബരിനാഥൻ വന്നിരിക്കുന്നു. അവിടെ ശബരിനാഥൻ, ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, ശബരിനാഥന് ഒരു ഉപദേശം കൂടെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ ആവേശത്തിൽ പറയുമ്പോൾ വാക്കുകൾ തെറ്റല്ലേ. കോർപ്പറേഷൻ ഓഫീസിൽ ലാസ്റ്റ് 29 നടന്ന നഗരസഭ ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ കൗൺസിലറായി തൊഴാൻ അനുവദിക്കില്ല. കൊക്കിന്, എന്റെ കൊക്കിന് ഇനിയും ശബരിനാഥൻ കൊക്ക് വളർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ പറയേണ്ടത് എന്താണ്? എന്റെ കൊക്കിൽ ജീവൻ അവശേഷിക്കുമെങ്കിൽ കൊക്കിൽ എന്ന് മാറ്റി പറയാൻ സുഗതന് ഉപദേശം കൂടി ഞാൻ കൊടുക്കുകയാണ്. എന്റെ കൊക്കെന്ന് പറയുമ്പോൾ കൊക്ക് വീട്ടിൽ വളർത്തുന്ന ആ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ കൗൺസിലറായി തൊഴാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, ഞാൻ മാറ്റി പറയാൻ പറയുന്നു. എന്റെ കൊക്കിൽ എന്ന് മാറ്റി പറയാൻ പോലും ശബരിനാഥന്റെ ആവേശം, അത് ശരിക്കും ശബരിനാഥൻ G. കാർത്തികേയന്റെ മകനാണ്. നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു മുൻ സ്പീക്കറുടെ മകനാണ്. ശബരിനാഥോട് വ്യക്തിപരമായ ബന്ധമുണ്ട്, നല്ല സ്നേഹമുണ്ട്. ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ശബരിനാഥൻ ഉപദേശം കൊടുക്കുകയാണ്. വാക്കുകൾ പറയുമ്പോൾ നോക്കി വേണം പറയാൻ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ വ്യക്തമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിന് മുമ്പ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഓഡിറ്റിങ്ങും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. ഇതിനൊന്നും ഒരു ക്രമക്കേടും ഞങ്ങൾ കണ്ടിട്ടില്ല. തിരുവനന്തപുരം സിറ്റി ജില്ലയ്ക്കകത്തുള്ള നിയോജക മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവിന്റെ കാര്യത്തിലും എന്റെ ശ്രദ്ധയിലോ ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിലോ അങ്ങനെ കാര്യം പെട്ടില്ല. ആ അന്വേഷണം നടത്തേണ്ട കാര്യമില്ല. വ്യക്തമായി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ സ്ഥിതിക്ക് അതിലോട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമായിട്ടും രേഖാമൂലം മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തിനും അതിന്റെ കാര്യം അറിയിച്ചു. അതിനപ്പുറം ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം, നടക്കാത്ത കാര്യം നടന്നു പറയാൻ പറ്റുമോ? അത് നടന്നിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ സംഗതി ഇല്ലല്ലോ, അങ്ങനെ സംഭവില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, ചർച്ച ചെയ്യണം. നമുക്ക് നാട്ടിൽ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. എന്തെല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യണം. ഒരു സുഗതന്റെ പുറകിലും BJPയുടെ പുറകിലും മാത്രം എല്ലാവരും പോകേണ്ട കാര്യമില്ല. നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നം ചർച്ച ചെയ്യാവുന്നു, ഇതിലേക്കൊക്കെ നമുക്ക് പോവാം.